ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ RRBJയുടെ ആപ്ലിക്കേഷൻ ഇൻ പ്രോസസ് ആണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഏത് പോസ്റ്റ് കൊടുക്കണം, സോൺ സെലക്ട് ചെയ്യേണ്ട ഏതാണ്, അതുപോലെ തന്നെ ഏത് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലതായിരിക്കും എന്നതിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സോണിനെ കുറിച്ചിട്ടും ഞാൻ ഈ വീഡിയോ തന്നെ നിങ്ങളോട് പറഞ്ഞു തരാം. ഏത് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമുക്ക് സോൺ മെയിൻലി ഇപ്പം നമ്മൾ എല്ലാ കാൻഡിഡേറ്റ്സും നമ്മൾ സൗത്തിൽ ഉള്ളവരായതുകൊണ്ട് 3 സോൺ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, രണ്ടാമത്തെ ചെന്നൈ, മൂന്നാമത്തെ ബാംഗ്ലൂർ. ഈ 3 വേക്കൻസി ലിസ്റ്റ് ഒക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ വെബിനാസിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും സെപ്പറേറ്റ്ലി ഒരു വീഡിയോ ഇതുപോലെ തന്നെ വേക്കൻസീസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അന്നേരം പറഞ്ഞു തരാണ് ഈ 3 സോണിനകത്ത് നമുക്ക് വേക്കൻസി കൂടുതലുള്ളതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാം. ഇനി അതല്ല വേക്കൻസി നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് വലുതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് നേച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഒരു കംഫോർട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ ചെയ്യാവുന്നതാണ്. വാട്ട് എവർ ബി ദ നമ്പർ ഓഫ് വേക്കൻസീസ്, നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലി കിട്ടും. അപ്പം ഇതെല്ലാം കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന വാട്ട് ഈസ് എ പോസ്റ്റ് പ്രിഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പോസ്റ്റ് പ്രിഫറൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ RRBJE അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് RRBയിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ലഭിക്കാവുന്ന പ്രൊമോഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റുകൾ പ്രിഫറൻസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പലതരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. അതിൽ കംഫർട്ട് സോണുള്ള ജോലികൾക്കെല്ലാം നമുക്കൊരു മിനിമം 6 വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ജോലി പ്രൊമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളും സാധ്യതയുള്ളൂ. പക്ഷേ കുറച്ചുകൂടി ടഫായിട്ടുള്ള ജോബ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി പ്രൊമോഷൻ ഈസി ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കാം എപ്പോഴും. അതായത് നമുക്ക് പോസ്റ്റ് പ്രിഫറൻസ് എടുക്കുമ്പോഴും നാളത്തെ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഹയർ പൊസിഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ എപ്പോഴും വെക്കാം. എന്താണ്, നമുക്ക് പല ജോബിനും പല രീതിയിലാണ് നമുക്ക് പ്രൊമോഷൻ വരിക. JE എന്ന് പറഞ്ഞ് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല വർക്ക്സ്, അതുപോലെ തന്നെ R&D, അങ്ങനെ ഒരുപാട് കാറ്റഗറൈസേഷൻ ഉണ്ട്. അതിലെല്ലാം പ്രൊമോഷൻ വ്യത്യാസമായിരിക്കും, എന്നാലും ഓർഡർ ഇത് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ജൂനിയർ എഞ്ചിനീയർ ആയിട്ടായിരിക്കും നമ്മൾ ഡയറക്റ്റ്ലി കയറുന്നത്. നെക്സ്റ്റ് പ്രൊമോട്ടഡ് പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ എഞ്ചിനീയർ ആണ്. ദെൻ നെക്സ്റ്റ് ഇസ് അഡീഷണൽ ഡിവിഷണൽ എഞ്ചിനീയർ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷണൽ എഞ്ചിനീയർ ആയി മാറാൻ പറ്റും, ആൻഡ് സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ ആയി മാറാം. അപ്പം ജസ്റ്റ് പാസ് ഔട്ട് ആയുള്ളവർക്കല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അറ്റ് ഏജ് ഓഫ് 21 അല്ലെങ്കിൽ 22 ഇഫ് യു ആർ ജോയിനിങ് ആസ് ജൂനിയർ എഞ്ചിനീയർ, നിങ്ങൾ റിട്ടയർ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ നിങ്ങൾക്ക് റിട്ടയർ ആവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് വർക്ക് ടുവേർഡ്സ് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നമുക്ക് നമ്മുടെ വർക്ക്, അതായത് നമ്മുടെ റെയിൽവേയിലുള്ള ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ജോലിനെ മെയിൻലി 3 ആയിട്ട് തരംതിരിക്കാം. ഓഫീസ് വർക്ക് ഉണ്ട്, സെമി ഓഫീസ് വർക്ക് ഉണ്ട്, ഫീൽഡ് വർക്ക് ഉണ്ട്. അതായത് ചിലത് കംപ്ലീറ്റ്ലി ഓഫീസ് വർക്ക് ആയിരിക്കും, ചിലത് സെമി ഓഫീസ്, അതായത് കുറച്ച് നേരം നമ്മൾ വർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് ഫീൽഡിലൊക്കെ പോകേണ്ടി വരും. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് നമ്മുടെ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇറ്റ് വിൽ ബി ഓൺ ഫീൽഡ്. ഓക്കെ, ഇങ്ങനെ 3 കാറ്റഗറൈസേഷനാണ് ഉള്ളത്. ആൻഡ് ഈ 3 കാറ്റഗറൈസേഷനും സാലറി നല്ല വ്യത്യാസമുണ്ട്. ഈ ഫീൽഡ് വർക്ക് വരുന്നവർക്ക് ബാക്കി 2 പോസ്റ്റിനെ അപേക്ഷിക്കുമ്പോൾ ഏകദേശം 20,000 രൂപയുടെ തന്നെ വ്യത്യാസമുണ്ട്. അപ്പം ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഹൈ പാക്ക് അല്ലെങ്കിൽ നല്ലൊരു സാലറി പാക്ക് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നെങ്കിൽ എപ്പോഴും ഗോ ഫോർ ഫീൽഡ് വർക്ക്. അല്ലെങ്കിൽ ഇനി അതല്ല, നിങ്ങൾക്ക് സാലറി കുറച്ച് കുറഞ്ഞിരുന്നാലും ഫീൽഡിൽ പോയിരുന്ന് കഷ്ടപ്പെടാൻ വയ്യ, ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ ഓഫീസ് വർക്ക് അല്ലെങ്കിൽ സെമി ഓഫീസ് വർക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സിവിലിൻ്റെ പോസ്റ്റുകൾ മെയിൻലി നമുക്ക് വേക്കൻസീസ് വരുന്ന ട്രിവാൻഡ്രം ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ 2 പോസ്റ്റുകളിലേക്ക് വേക്കൻസീസ് ഉള്ളൂ, ബാക്കിയൊന്നും തന്നെ ഇല്ല. അതായത് പെർമനന്റ് വേയിലും വർക്ക്സ് മാത്രമേ ഉള്ളൂ. ഇനി ഇത് രണ്ടും കൂടി ഞാൻ കമ്പയർ ചെയ്ത് പറയുകയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം സോണിനെ ഞാൻ കമ്പയർ ചെയ്തിട്ട് ഈ പെർമനന്റ് വേയും വർക്ക്സും മാത്രം നോക്കിയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഇത് രണ്ടൊക്കെ ഏകദേശം നമുക്ക് ഒരേപോലാണ് 2ൻ്റെയും വേക്കൻസീസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ പെർമനന്റ് വേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫീൽഡിൽ ഉള്ള ഒരു ജോബാണ്. അതായത് നിങ്ങൾക്ക് ട്രാക്ക് മെയിൻ്റനൻസ്, ട്രാക്കിൽ വല്ല അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ടോ, പുതിയ ട്രാക്ക് ലേയിങ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ്. പാക്കിംഗ്, ബല്ലാസ് പാക്കിംഗ്, അതൊക്കെ നിങ്ങളൊന്ന് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് പെർമനന്റ് വേയിൽ നിങ്ങൾക്ക് വരിക ജോലി. ആൻഡ് പെർമനന്റ് വേ നമ്മുടെ ട്രാക്കിൽ പോയി ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വർക്ക്സിനെ അപേക്ഷിക്കുമ്പോൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. A3 സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് എന്തിനു വരുന്നത്, പെർമനന്റ് വേക്ക് വരുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഷാദ് സാർ വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ A3 സ്റ്റാൻഡേർഡ്സ് ആണ് പെർമനന്റ് വേക്ക് വരുന്നത്. അതുകൊണ്ട് സ്പെക്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ A3 സ്റ്റാൻഡേർഡ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇഫ് യു ആർ എലിജിബിൾ മാത്രം പെർമനന്റ് വേ ചൂസ് ചെയ്യുക. അപ്പോൾ അവർക്ക് വേറൊരു ഓപ്ഷൻ മാത്രമേ വരത്തുള്ളൂ, വർക്ക്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ പെർമനന്റ് വേയും വർക്ക്സും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ബെറ്റർ ഫോർ എ നോർമൽ പേഴ്സൺ നമ്മൾ പറയുകയാണെങ്കിൽ വർക്ക്സ് തന്നെയായിരിക്കും ബെറ്റർ. എസ്പെഷ്യലി ഫോർ ഗേൾസ് ആണെങ്കിൽ ഞാൻ കണ്ണടച്ച് പറയാം, യു ചൂസ് വർക്ക്സ്. വർക്ക്സ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുക, പെർമനന്റ് വേ സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ഇനി ഏത് ജോബാണ് നോക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു സൗകര്യാർത്ഥം ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ പെർമനന്റ് വേയും വർക്ക്സും ആണ് നോക്കുക. വർക്ക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വർക്കാണ്, അതായത് ലൈക്ക് നമ്മുടെ റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ വർക്ക്സ് വരും. കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ റെയിൽവേ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ വർക്ക് വരാം. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ ക്വാർട്ടേഴ്സ് റെയിൽവേ എംപ്ലോയീസിന് താമസിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ റെയിൽവേ ക്വാർട്ടേഴ്സിലുള്ള അഡീഷണൽ മെയിൻ്റെനൻസ് വർക്ക്, കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാം തന്നെ വർക്ക്സിനകത്ത് വരികയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ബിക്കോസ് എസ്റ്റിമേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരിക അവിടെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും, എസ്പെഷ്യലി ഗേൾസ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പെർമനന്റ് വേയും വർക്ക്സും കൂടെ നിങ്ങളോട് കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ ബെറ്റർ ടു ചൂസ് വർക്ക്സ്. ഓക്കെ, വർക്ക്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ല. പെർമനന്റ് വേ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. ട്രിവാൻഡ്രത്ത് കാര്യം 2 ഓപ്ഷൻസേ ഉള്ളൂ. ഇനിയും കമ്മിങ് ടു ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, പിന്നെ അതുപോലെ ബ്രിഡ്ജസ് ഉണ്ട്. ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിനകത്ത് ആസ് യു ഓൾ നോ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക്സിൻ്റെയും ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിൻ്റെയും പ്രശ്നമല്ല, ഒരു അഡീഷണൽ നിങ്ങൾക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം അത് ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു ഗോ ടു ഫീൽഡ് ആൻഡ് ചെക്ക് നിങ്ങൾ കൊടുത്ത ഡിസൈൻ പ്രകാരമാണോ, ഡ്രോയിങ്സ് ഒക്കെ കറക്റ്റ് ആണോ, ഡീറ്റെയിലിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഗോ ടു ഫീൽഡ് ഓൾസോ. പക്ഷെ എന്നാലും നോട്ട് ഹാസ് ഹെക്ടിക് ആസ് പെർമനന്റ് വേ. ഓക്കെ, പിന്നുള്ളത് ബ്രിഡ്ജസ് ആണ്. നമുക്കറിയാം ബ്രിഡ്ജസ് ആണ്. ബ്രിഡ്ജസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഡിവിഷനിലൊന്നും വരത്തില്ല. അപ്പോൾ ബ്രിഡ്ജസ് ഒക്കെ നിങ്ങൾ വരുന്ന സോണിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം റെയിൽവേ ബ്രിഡ്ജസ്, അങ്ങനെ സ്റ്റീൽ കൺസ്ട്രക്ഷൻ ആണ് ഫുള്ള് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ്. എപ്പോഴും വർക്ക്സ് അല്ലെങ്കിൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അത് കൂടുതലും പേപ്പർ വർക്ക്സ് വരുന്ന ആയതുകൊണ്ട് ഫീൽഡ് വർക്ക് അധികം വരത്തില്ല. ആൻഡ് പ്രൊമോഷൻ സാധ്യതകൾ കുറച്ച് കുറവാണ്. ആൻഡ് മാത്രമല്ല നമുക്ക് സാലറി കമ്പയർഡ് ടു പെർമനന്റ് വേ ഒക്കെ നല്ല 20,000 ഞാൻ പറഞ്ഞ പോലെ 20,000 ഒക്കെ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പെർമനന്റ് വേ വർക്ക്സ് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് R&D ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എപ്പോഴും പെർമനന്റ് വേക്ക് പിന്നീട് പ്രിഫറൻസ് കൊടുത്താൽ മതി, എസ്പെഷ്യലി ഗേൾസ്. ഇനി അതല്ല ബോയ്സ് ആണ്, നിങ്ങൾക്ക് ട്രാക്കിലൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പെർമനന്റ് വേ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ 24 hours യു മസ്റ്റ് ബി ദർ. അതാണ് പെർമനന്റ് വേയുടെ വേറൊരു ഡ്രോബാക്ക് എന്ന് വേണേൽ പറയാം. അതായത് എപ്പോൾ വേണമെങ്കിലും ട്രാക്കിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാലും നിങ്ങൾ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ വർക്ക്സും ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 to 5 അല്ലെങ്കിൽ 10 to 5 വർക്കാണ്. അതായത് 5 മണിയാകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വരാം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഫീൽഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബുമായിട്ടോ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 5 വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പെർമനന്റ് വേയിൽ 24 hours നിങ്ങൾ പോകണം. ഈ 24 hours പോകുന്നതുകൊണ്ടാണ് അഡീഷണലി ഞാൻ പറഞ്ഞ ഈ സാലറിക്ക് ഒരു ഡിഫറൻസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക ഏതാണ് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുക, അതനുസരിച്ച് പ്രിഫറൻസ് കൊടുക്കുക. ഇനിയും നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ അപ്ലൈ ചെയ്യുമ്പോൾ ചൂസ് യുവർ പ്രിഫറൻസ് വൈസ്ലി. നമുക്കത് മാറ്റാൻ പറ്റത്തില്ല, ബിക്കോസ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും എപ്പോഴും നിങ്ങളെ അവിടെ കൺസിഡർ ചെയ്യുക. ഇനി നിങ്ങളും വേറൊരാളും കൂടെ ടൈ വരുവാണെങ്കിൽ പോലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏറ്റവും മുന്നേ ഉള്ള ആളെ അവർ വെയിറ്റേജ് കൊടുക്കും. അപ്പോഴും നിങ്ങളുടെ പ്രിഫറൻസ് അവിടെ മാറ്റർ ആണ്. അപ്പോൾ പ്രിഫറൻസ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് വയസ്സായിട്ട് ചെയ്യുക. താങ്ക് യു.